നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുറ്റിച്ചൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് വീണ് വീട്ടമ്മ മരിച്ചു. ചന്ദ്രാപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുവും പശുക്കുട്ടിയും ചത്തു. ക്ഷീരകർഷകൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ദേശീയപാത 66 ചേറ്റുവ കടവിൽ വെള്ളക്കെട്ട് മൂലം ദുരിതം. വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. വാർത്തകൾ വിശദമായി. മുറ്റിച്ചൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് വീണ് വീട്ടമ്മ മരിച്ചു. മുറ്റിച്ചൂർ സ്വദേശി തൊപ്പിയിൽ സെയ്ദ് മുഹമ്മദിന്റെ ഭാര്യ സുഹറ ആണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് മുറ്റിച്ചൂർ കല്ലാറ്റുപുഴ ശിവക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പേരക്കുട്ടിയോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ഇവർ പിറകിലൂടെ എത്തിയ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സ്കൂട്ടർ നിയന്ത്രണം വിടുകയും യാത്രക്കാരിയായ വീട്ടമ്മ റോഡിലെ കല്ലിൽ തലയടിച്ച് വീഴുകയുമായിരുന്നു. ഉടൻ വലപ്പാട് ദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഖബറടക്കം വ്യാഴാഴ്ച മുറ്റിച്ചൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ചന്ദ്രാപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുവും പശുക്കുട്ടിയും ചത്തു. ചന്ദ്രാപിന്നി ഹൈസ്കൂളിന് കിഴക്ക് സുഗതൻ റോഡ് സ്വദേശി കണ്ണമ്പുള്ളി വീട്ടിൽ സുധീർ വളർത്തിയിരുന്ന ഒരു പശുവും ഒരു പശുക്കുട്ടിയുമാണ് ബുധനാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ചത്തത്. രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. പാൽ കറക്കുന്നതിനായി തൊഴുത്തിൽ നിന്ന് പശുക്കളെ പുറത്തിറക്കി വീട്ടുമുറ്റത്ത് കെട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രദേശത്ത് ശക്തമായ ഇടിമിന്നൽ ഉണ്ടായത്. മിന്നലാഘാതത്തിൽ പശുവും പശുക്കുട്ടിയും സംഭവ സ്ഥലത്ത് തന്നെ ചത്തതായി ഉടമ സുധീർ പറഞ്ഞു. നൈറ്റ് കാലത്ത് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. തൊഴുത്തിലായിരുന്നു. തൊഴുത്തിൽ നിന്ന് അഴിച്ച് കെട്ടി പുറത്തേക്ക് വന്നു. പശുവിനെ കറക്കാൻ പശുവിൻ്റെ ഇരത്ത് നിൽക്കണു. 2 പശുക്കളുണ്ടായിരുന്നു. രണ്ടാളും കുഴഞ്ഞു വീണു. പക്ഷേ ഒരാൾക്ക് സംഭവിച്ചു. അവരെ 2 തട്ടി ഞാൻ. പക്ഷേ ഇയാൾ വീണു. പിന്നെ എനിറ്റില്ല. മറ്റാൾ പെട്ടെന്ന് എനിറ്റു. കുട്ടിയും ഇതിൻ്റെ കുട്ടിയുണ്ട്. ഒരു 5 മാസമായ ആ കുട്ടിക്കും സംഭവിച്ചു. കുട്ടിയും പോയി. അങ്ങനെ ഉണ്ടായ സംഭവം. പിന്നെ ഞാൻ തലനാരിഴക്കിന് രക്ഷപ്പെട്ടത്. എൻ്റെ മേത്തിക്കും ഇങ്ങനെ അടിച്ചു. പക്ഷെ ഭാഗ്യത്തിന് ഔറ്റങ്ങളെ കൊണ്ടുപോയി. നമുക്കൊന്നും സംഭവിച്ചില്ല. അത് തന്നെ ഒരു സംഭവ സമയത്ത് സമീപത്തുണ്ടായിരുന്ന സുധീർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മറ്റൊരു പശുവും മിന്നലാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ ജീവൻ രക്ഷിക്കാനായി. വിവരമറിഞ്ഞെത്തിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഏകദേശം 25 വർഷമായി പശു വളർത്തൽ മേഖലയിലുള്ള സുധീറിൻ്റെ ഉപജീവന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ക്ഷീരകൃഷി. നിലവിൽ 4 പശുക്കളും 2 പശുക്കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു പശുവിനെയും ഒരു പശുക്കുട്ടിയെയും നഷ്ടമായത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിനുണ്ടാക്കിയിരിക്കുന്നത്. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. ദുരന്തത്തിലുണ്ടായ നഷ്ടത്തിന് അർഹമായ നഷ്ടപരിഹാരവും മറ്റ് സർക്കാർ സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു പറഞ്ഞു. ഉപജീവനമാർഗമായിട്ടുള്ള വളർത്ത് പശുക്കൾ നഷ്ടപ്പെടുന്നതിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉളവാകുന്നതാണ്. അദ്ദേഹവും ആ സമയത്ത് കറക്കുന്നതിന് വേണ്ടിയുള്ള പാത്രമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്ക് അദ്ദേഹവും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ബന്ധപ്പെട്ട വെറ്റിനറി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വില്ലേജ് കൃഷിഭവൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ ഉപജീവനമാർഗമായിട്ടുള്ള പശുക്കൾക്ക് വീണ്ടും ആ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും എല്ലാം ഉണ്ടാകുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ട് ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ആണ് എനിക്ക് ഇതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത്. തൊട്ടടുത്ത പ്രദേശമായ അലുവത്തെരുവിലും ഇടിമിന്നലിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മാണിയത്ത് അബ്ദുള്ളയുടെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിര്യാതനായ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറിയും ഏങ്ങണ്ടിയൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ കലാസാഹിത്യ മേഖലയിലെ നിറ സാന്നിധ്യമായിരുന്ന എം.എ.
സീബുവിൻ്റെ അകാല നിര്യാണത്തിൽ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം ചേർന്നു. പ്രേമചന്ദ്രൻ പുതൂർ അധ്യക്ഷനായി. ജോൺ പുലിക്കോട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. KV അശോകൻ, NK രതിമോഹൻ, പ്രകാശൻ കടവിൽ, രാജൻ കാട്ടുതിണ്ടി, സുബ്രഹ്മണ്യൻ തിരുമംഗലത്ത്, മംഗളാനന്ദൻ വൈക്കാട്ടിൽ, റോഷിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ജൂൺ 25 വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് ചേറ്റുവ ഷാ ഇൻ്റർനാഷണൽ ഹാളിൽ വെച്ച് ഏങ്ങണ്ടിയൂരിലെ നാനാ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്ന സീബു അനുസ്മരണം ഉണ്ടായിരിക്കും. ഗുരുവായൂർ MLA NK അക്ബർ പങ്കെടുക്കും. നമ്മുടെ പ്രിയങ്കരനായിരുന്ന കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്ന MA ഔറംഗസീബ് സീബു എന്ന് വിളിക്കുന്ന ഞങ്ങളെല്ലാം പ്രിയങ്കരനായ MA സീബു നമ്മളെ വിട്ട് പോയിരിക്കുകയാണ്. അതിൻ്റെ അനുശോചന യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിനെ എന്നും മറക്കാൻ കഴിയാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചൊരു പ്രിയ വ്യക്തിത്വമായിരുന്നു MA സീബു അവർ. അദ്ദേഹത്തിൻ്റെ ആ നല്ല പ്രവൃത്തികളെ മുന്നിൽ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒന്നടങ്കം നമിക്കുകയാണ്. ഏങ്ങണ്ടൂരിൽ ഈ തീരദേശങ്ങളിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു MA സീബു. ചുറ്റുവ വാടാനപ്പള്ളി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് തിരുത്തുള്ളൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ 6 വർഷക്കാലം പാവപ്പെട്ട രോഗികൾക്ക്, നിർദ്ധരായ രോഗികൾക്കും, അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിനും ഭക്ഷണം കൊടുക്കുന്ന ആ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തതിൻ്റെ ഒരു വ്യക്തിത്വമായിരുന്നു MA സീബു. അദ്ദേഹം കോവിഡ് കാലം, അതുപോലെ തന്നെ ഒരു പ്രളയം, ഏങ്ങണ്ടൂർ പഞ്ചായത്ത് എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്, അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ കരസ്പർശനമുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന് മാത്രമല്ല, ഈ ഏങ്ങണ്ടൂർ നിവാസികൾക്കും തന്നെ തീരാ ദുഃഖം തന്നെയാണ്. ദേശീയപാത 66 ചേറ്റുവ കടവിൽ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായി. കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളും. വാഹനങ്ങൾ വേഗത്തിൽ കടന്നുപോകുമ്പോൾ സമീപ പ്രദേശത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വെള്ളം ശക്തമായി ഒഴുകിച്ചെല്ലുകയും എതിരെ വരുന്ന ബൈക്ക് പോലുള്ള ചെറിയ വാഹനയാത്രക്കാരുടെ ശരീരത്തിലേക്ക് അഴുക്കുവെള്ളം തെറിച്ചു വീഴുകയുമാണ്. ദേശീയപാത കരാർ കമ്പനിയുടെ അനാസ്ഥയാണ് സമീപ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാവാൻ കാരണമെന്ന ആരോപണവും ഉണ്ട്. വ്യാപാരികളും ദേശീയപാതയോരത്ത് താമസിക്കുന്ന വീട്ടുകാരും നിരന്തരം ദേശീയപാത കരാർ കമ്പനിയെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാവുന്നില്ല എന്നാണ് സമീപവാസികളുടെ പരാതി. ദേശീയപാതയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ബൈക്ക് പോലുള്ള ചെറിയ വാഹനങ്ങൾ വെള്ളമില്ലാത്ത ഭാഗത്തേക്ക് വാഹനം എടുക്കുമ്പോൾ എതിരെ വരുന്ന വാഹനം ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഏറെയാണ്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ദേശീയപാതയോരത്തുള്ള ഡ്രൈനേജുകളിലെ മണ്ണും മറ്റു സിമൻറ്റ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത് വെള്ളം ഒഴുക്കി വിടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം. ഡ്രൈനേജിന് മുകളിലുള്ള വെള്ളം ഒലിച്ചിറങ്ങുന്നതിന് ഇട്ടിട്ടുള്ള ദ്വാരങ്ങൾ നിലവിൽ സിമൻറ്റ് അടഞ്ഞ നിലയിലാണ്. ദ്വാരങ്ങൾ തുറന്ന് വെള്ളം റോഡിൽ കെട്ടി നിൽക്കാതെ ഡ്രൈനേജിലൂടെ ഒഴുകിപ്പോകുന്നതിനായുള്ള നടപടികൾ ദേശീയപാത കരാർ കമ്പനി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ വാടക വീട്ടിൽ ലഹരി നിർമ്മാണവും വിതരണവും നടന്നതായി പോലീസ് കണ്ടെത്തിയ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാർഡ് നിവാസികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ TK ബിജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ, ഹെൽത്ത് ഇൻസ്പെക്ടർ KN മനോജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ PC മനോജ്, ജിഷ ഉണ്ണികൃഷ്ണൻ, ജിസിനി ഷാജി എന്നിവർ സംസാരിച്ചു. 3 പേർക്ക് നാളെ ഇക്കണോമിക്സിന്റെ എക്സാം, ഏത് ക്ലാസ് പരീക്ഷയില്ല, പബ്ലിക് എക്സാം 9:30 ഞാൻ ഈ നാളെ ഇക്കണോമിക്സിന്റെ പരീക്ഷയുള്ള 16 വയസ്സുള്ള കുട്ടിയെ നിങ്ങൾ എന്തിനാണ് അമ്മമാര് ഈ 9:30 പുറത്തുള്ളത്? അതാണ് എനിക്ക് അതിലൊരുത്തൻ വാടാപ്പള്ളിയാണ്. 3ാമത്തെ പ്രായപൂജാത്ത മുതൽ ഒരുത്തൻ വാടാപ്പള്ളിയാണ്. അവന്റെ ഉമ്മയുടെ വീട് വന്ന് എന്തിനാണ്? ഉമ്മയുടെ വീട്ടിൽ താമസിക്കാൻ വന്നാൽ ഇത് നാളെ
പബ്ലിക് എക്സാമിലെ കുട്ടി ഇന്ന് ഉമ്മയുടെ വീട്ടിൽ താമസിക്കാൻ പറ്റുള്ളൂ. വളരെ ഇവിടെ വരാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കുഴപ്പമില്ല, ആണുങ്ങളില്ല, നമ്മൾ ഓട്ടോ വിളിച്ച് വന്നതാണ്. അങ്ങനെ 3 രക്ഷിതാക്കളെ ഞാൻ വിളിച്ചു വരുത്തി. വന്നിട്ട് കുട്ടികളെ കാണുന്നതുകൊണ്ട് ഞങ്ങളുടെ ഒന്നുമില്ല, കുറച്ച് കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, അതിന് കൊണ്ടാണ്. എന്നോട് ഒറ്റ ചോദ്യം അവർ കുട്ടികളോട് ചോദിക്കുന്നില്ല. ഞാൻ ചെയ്തതാണ്, അങ്ങനെ ചെയ്യില്ല, എൻ്റെ കുട്ടി ഞാൻ ചെയ്യില്ല. ഇത്തരം അമ്മമാരാണ് കുട്ടികളെ നശിക്കുന്നത്. കാരണം അന്വേഷിക്കില്ല, എൻ്റെ കുട്ടി ഞാൻ ചെയ്തത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഞ്ചാവായിട്ട് വരില്ലേ കുട്ടികളെ കയറി പിടിക്കാൻ. കുട്ടികളെ ന്യായീകരിച്ച് നശിപ്പിക്കുക. തുടക്കത്തിലെ നിങ്ങൾ അതൊന്ന് തിരിച്ചിരുന്നെങ്കിൽ 4 കൊല്ലം കഴിഞ്ഞ് എൻ്റെ മുമ്പിൽ വരില്ല. പിടിച്ച് കെട്ടി തരണം, അവനൊന്ന് കയറി തരണം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും 4 കൊല്ലം കഴിഞ്ഞ് എനിക്ക് കോഴിക്കോട് പോകും. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിൽ ലോകകപ്പിനോടനുബന്ധിച്ച് കുട്ടികളുടെ ഫുട്ബോൾ ലീഗ് മത്സരങ്ങൾ നടന്നു. PTA പ്രസിഡന്റ് UK ഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ ഒരു ഫുട്ബോൾ ലീഗ് മത്സരമാണ് ഇന്നിവിടെ തുടങ്ങാൻ പോകുന്നത്. ഇത് നമുക്ക് ഇവിടെ +2 നിന്ന് കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ ഇപ്പോൾ ക്രൊയേഷ്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുള്ള ഒരു അർജുൻ എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഇതിൻ്റെ കോച്ച്. കുറച്ച് നാൾ കഴിഞ്ഞാൽ ക്രൊയേഷ്യക്ക് പോകും. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 2025 മാർച്ച് മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത സിന്തറ്റിക് ട്രാക്ക്, ആ സിന്തറ്റിക് ട്രാക്കിലാണ് ഈ കുട്ടികൾ പരിശീലനം നടത്തുന്നത്. പ്രധാന അധ്യാപിക PV ഷൈനി അധ്യക്ഷയായിരുന്നു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ PM ഷജറത്ത്, സ്റ്റാഫ് സെക്രട്ടറി VK ബഷീർ എന്നിവർ സംസാരിച്ചു. ക്രൊയേഷ്യൻ ഫുട്ബോൾ ക്ലബിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി KU അർജുൻ മത്സരങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെമ്മന്റോയും നൽകുന്നു. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രി
ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. UDF സർക്കാരിൻ്റെ ജനക്ഷേമ പരിപാടികളിൽ നിന്ന് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് വിട്ടുനിൽക്കുന്ന ഗീതാ ഗോപി MLA പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. കേരള സർക്കാരിൻ്റെ ഏറ്റവും ജനക്ഷേമകരമായ പരിപാടിയാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുന്ന ഈ പദ്ധതി നടപ്പിലാക്കിയ UDF സർക്കാരിനെ യോഗം അഭിനന്ദിച്ചു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്ന UDF സർക്കാരിൻ്റെ നാട്ടിക നിയോജക മണ്ഡലതല ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്ന സ്ഥലം MLA പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്തുകൊണ്ടാണെന്ന് പൊതുസമൂഹത്തോട് വിശദീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KK ഹംസ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് യോഗം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേ 66 നാട്ടിക സെൻറ്ററിൽ അടിപ്പാതയും തളിക്കുളം കൊപ്രക്കളം സെൻറ്ററിൽ നടപ്പാലവും നിർമ്മിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതക സിലിണ്ടറിൻ്റെയും അനിയന്ത്രിത വിലവർധനവിനെതിരെ ജൂൺ 22 തിങ്കളാഴ്ച തൃപ്രയാർ സെൻറ്ററിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, ട്രഷറർ VC അബ്ദുൽ ഗഫൂർ, PH ഷെഫീഖ് ഹുസൈൻ, PM അബ്ദുൽ ജബ്ബാർ, KA കബീർ, NK മുഹമ്മദ് അലി, MSF ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സുഹൈൽ, ഉസ്മാൻ ഹാജി എടയാടി, RM അബ്ദുൽ മനാഫ്, PA ഫഹദ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം കൊപ്രക്കളത്ത് മേൽ നടപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KS റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MS ഭാസ്കരൻ, വാർഡ് മെമ്പർമാരായ EVS സ്മിത്ത്, ഷമീർ നാലകത്ത്, PC മണികണ്ഠൻ, പൊതുപ്രവർത്തകരായ EPK സുഭാഷിതൻ, മഹേഷ് V, ശൈലേഷ് ദിവാകരൻ, ബാലസുബ്രഹ്മണ്യൻ, TS പ്രകാശൻ, ജിൻസ് PD, നിതിൻ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. രഞ്ജില ഗിരി, ഷീബ ജയകൃഷ്ണൻ, സജിത കുർണി, MS ഭാസ്കരൻ, EPK സുഭാഷിതൻ, KA ഹാറൂൺ റഷീദ്, EA സുഗതകുമാർ, ശൈലേഷ് ദിവാകരൻ എന്നിവരെ രക്ഷാധികാരികളായി തെരഞ്ഞെടുത്തു. ചെയർമാനായി KS റഹ്മത്തുള്ള, കൺവീനറായി EVS സ്മിത്ത്, ട്രഷററായി ഷമീർ നാലകത്ത്, കോർഡിനേറ്ററായി ജിൻസ് PD എന്നിവരെ തെരഞ്ഞെടുത്തു. വിപുലമായ ഒപ്പുശേഖരണം നടത്തുകയും ബന്ധപ്പെട്ടവർക്ക് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ തീരുമാനിച്ചു. കണ്ടശങ്കടവ് പാലത്തിന്റെ തൂണുകൾ ദ്രവിച്ചതുമൂലം വിദഗ്ധരെ ഉപയോഗപ്പെടുത്തി പാലത്തിന്റെ സുരക്ഷ പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമായി. പാലത്തിന്റെ അടിത്തറയിൽ ഗുരുതരമായ കോൺക്രീറ്റ് ദ്രവീകരണവും ഘടനാപരമായ ബലക്ഷയവും വന്നതായി വേലിയിറക്ക സമയത്ത് സ്ഥലത്തെത്തി പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രദേശവാസിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റുമായ ജോയ്മോൻ പള്ളിക്കുന്നത്ത് പറഞ്ഞു. ഞാൻ ജോയ്മോൻ പള്ളിക്കുന്നത്ത്, കണ്ടശാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ്. എൻ്റെ ഈ പിന്നിൽ കാണുന്നത് കണ്ടശാങ്കട് പാലമാണ്. ഈ പാലത്തിൻ്റെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ. കാലിൻ്റെ അടിഭാഗം എല്ലാം ദ്രവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചേ കാണാൻ പറ്റുള്ളൂ. കാലത്ത് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇറക്ക സമയത്ത് ഇതിൻ്റെ ഓരോ തൂണുകളും ജീർണിച്ച അവസ്ഥയിൽ ഏകദേശം കമ്പിയെല്ലാം പുറത്തായി വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത്. ദിനം പ്രതി ഏകദേശം 1000-ഓളം വാഹനം പോകുന്ന ഈ പാലത്തിൻ്റെ അവസ്ഥ ഇന്ന് വളരെ പേടിപ്പിക്കുന്നൊരു സ്വപ്നമാണ് കാണുന്നത്. ഏകദേശം നല്ലോണം പഴക്കമുള്ള പാലം ഇതുവരെ പുതിയതായി പണിയേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് സർക്കാരും ഇതിൻ്റെ ഡിവിഷൻ ആൾക്കാരും എത്രയും പെട്ടെന്ന് ഈ പാലത്തിന് അപകടവശം മാറ്റി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
വലുതും ചെറുതുമായ ആയിരക്കണക്കിന് വാഹനങ്ങളിലായി നിരവധി യാത്രക്കാരാണ് ദിവസവും ഈ പാലത്തിലൂടെ കടന്നുപോകുന്നത്. പുഴയിൽ പാലം ഉറപ്പിച്ചിട്ടുള്ള തൂണുകൾ ദ്രവിച്ച് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. പില്ലറുകളുടെയും ബീമുകളുടെയും സംയോജന ഭാഗങ്ങളിലും തകരാറുകളുണ്ട്. പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൽ തുടർച്ചയായി കാണപ്പെട്ട വിള്ളലുകൾ പാലത്തിൻ്റെ അടിത്തറയിലെ ബലക്ഷയത്തെ തുടർന്നാണെന്ന് വിദഗ്ധർ നൽകുന്ന സൂചന. നവമണലൂർ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ ഗ്രാമീണ റോഡ് വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, എഞ്ചിനീയർമാർ എന്നിവരുമായി സംയുക്ത യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ നിലവിലെ പദ്ധതികളുടെ അവലോകനവും പുതിയ പദ്ധതികളുടെ ചർച്ചയും നടന്നു. ഓരോ ഗ്രാമപഞ്ചായത്തിലെയും ഗ്രാമീണ റോഡുകളെക്കുറിച്ചും സമഗ്രമായ മാസ്റ്റർ പ്ലാൻ മണ്ഡലത്തിൽ തുടർന്ന് തയ്യാറാക്കും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MP സജീബ്, മിനി മോഹൻദാസ്, ഡോക്ടർ ആൻഡോ ലിജോ, ഗ്രേസി ജേക്കബ്, CG മോഹൻദാസ്, സിനി പ്രസാദ്, CL ജോൺസൺ, IK സുധീഷ്, എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാപ്പറമ്പിൽ, സലീജ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനി വിദ്യാലയങ്ങളിലൂടെ 9ാമത് TMC ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ഗ്രാമീണ TMC 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. നമുക്ക് ആ വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ശ്രീനാരായണ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതുതായി ഈ വർഷം ജോയിൻ ചെയ്ത HM ആണ്. എൻ്റെ പേര് സുനിത. നമ്മുടെ സ്കൂളിലെ കഴിഞ്ഞ വർഷം SSLC പരീക്ഷ എഴുതിയ കുട്ടികൾ ഉന്നത വിജയം നേടുകയും 11ഓളം കുട്ടികൾക്ക് ഫുൾ A+ ലഭിക്കുകയും ചെയ്തു. കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും നമ്മുടെ അധ്യാപകരുടെയും അതുപോലെ തന്നെ PTA മാനേജ്മെൻറ്റിൻ്റെയും എല്ലാവരുടെയും ഒരു ഒത്തൊരുമയും സഹകരണത്തോടു കൂടി നല്ലൊരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ഇനി വരുന്ന വർഷങ്ങളിലും നല്ലൊരു വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് 100% വിജയവും അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള A+ കൂടിയുള്ള ഉയർന്ന ഗ്രേഡോട് കൂടിയുള്ള റിസൾട്ട് നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കൂടാതെ ലഹരി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒത്തിരി ഇവിടെ നടത്തിയിട്ടുണ്ട്. 10,000-ഓളം കുട്ടികളുണ്ടെങ്കിലും അച്ചടക്കത്തിൽ നമ്മളോടൊപ്പം വളരെ അനുസരണയോടുകൂടി നമ്മോടൊപ്പം നടക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഈ ഗ്രാമ്യ പുരസ്കാരം ഈ 7 വർഷത്തോളമായി 7-9 വർഷത്തോളമായി കൊടുക്കുന്ന ഈ ചാനലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒരു അംഗീകാരമാണ് കുട്ടികൾക്ക് ഇതിലൂടെ കിട്ടുന്നത്. അവർക്കൊരു പ്രോത്സാഹനമാണ്. ഇനിയും പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനമായി മാറട്ടെ. ഇത്രയും നല്ലൊരു വ്യൂവേഴ്സ് ഉള്ള ഈ ഗ്രാമീണ ചാനലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഞാൻ രഘുരാമൻ, നാട്ടിയ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഇൻചാർജാണ്. നമ്മുടെ സ്കൂള് എല്ലാ വർഷത്തെയും പോലെ മികച്ച വിജയം നേടാനായിട്ടുള്ള ഒരു വർഷമാണ് കടന്നുപോയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം 28 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിൽ A+ നേടാനും 19 കുട്ടികൾക്ക് 5 A+ നേടാനും സാധിച്ചു. അത് ഈ മേഖലയിൽ തന്നെ ഏറ്റവും മികച്ചമായ വിജയം ആയിട്ടാണ് കണക്കാക്കുന്ന വിജയമാണ്. A+ന്റെ കാര്യത്തിലും 5 A+ന്റെ കാര്യത്തിലൊക്കെ വളരെ വലിയ നേട്ടം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ വർഷം സാധിച്ചിട്ടുണ്ട്. കായിക രംഗങ്ങളിലും അക്കാഡമിക് രംഗത്ത് മാത്രമല്ല കായിക രംഗങ്ങളിലും മികച്ച നേട്ടം നേടാനായിട്ട് കഴിഞ്ഞ ഒരു വർഷമാണ് കഴിഞ്ഞുപോയത്. നമ്മൾ ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഓവറോൾ സെക്കൻഡ് നേടാൻ സാധിച്ചു. അതുപോലെ തന്നെ കായിക രംഗത്ത് 34ഓളം കായിക പ്രതിഭകൾ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നവമി ആനന്ദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി നമ്മളുടെ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കുട്ടി
വോളിബോളിൽ സംസ്ഥാന ടീമിൽ കളിച്ച് ദേശീയ ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്ത് വളരെ വലിയ നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ച വർഷമാണ് കടന്നുപോയത്. അപ്പോൾ എല്ലാവരുടെയും കൂടി കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മളുടെ വിജയം. ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റാണ്. എൻ്റെ പേര് PSP നസീർ. തുടർച്ചയായി ഗ്രാമ്യ പുരസ്കാരം സാമൂഹിക പ്രതിബദ്ധതയോടെ ജനങ്ങളിൽ വാർത്ത എത്തിക്കുന്നതോടൊപ്പം തന്നെ സ്കൂളിലെ വിദ്യാഭ്യാസ സംസ്കാരം ഉയർന്ന നിലവാരം ഉയർത്താൻ ഗ്രാമ്യ ചാനലിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും SLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികളെ ആദരിക്കുകയും +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്യുന്ന ഗ്രാമ്യ ചാനലിന് ഏറ്റവും ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഒപ്പം ഞങ്ങൾ ഈ വർഷം ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ 2 വിഷയങ്ങളാണ് പ്രിൻസിപ്പളും അതുപോലെ തന്നെ പ്രധാന അധ്യാപികയും സ്കൂൾ മാനേജറും എടുക്കുന്നത്. വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളിൽ സാമൂഹിക ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ ബോധം ഉണ്ടാക്കിയെടുക്കുന്നത് വഴി നാടിനും കുടുംബങ്ങൾക്കും ഏറ്റവും ഗുണകരമായ രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഈ വർഷം നമ്മുടെ പ്രധാന അധ്യാപിക ഈ വർഷമാണ് ചാർജ്. അവർ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ലഹരിക്കെതിരെ ഒരു പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനനായ കൊടുങ്ങല്ലൂർ DYSP രാജു സാറിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പിലത്തെ വർഷവും ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തി. അതൊരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പുതിയ സർക്കാർ വന്നിട്ടുണ്ട്, ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടക്കുകയാണ്. ആ പ്രവർത്തനത്തിൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ മുഴുവൻ സമയം ഇവിടുത്തെ അധ്യാപകരും പ്രത്യേകിച്ച് സീനിയർ അധ്യാപകൻ രഘുമാഷ് ഉൾപ്പെടെയുള്ള അധ്യാപകർ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കുട്ടികളുടെ സംരക്ഷണവും കൂടി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ലഹരിക്കെതിരെയും അതുപോലെ തന്നെ നല്ല കുട്ടികളെ വാർത്തെടുക്കുന്നതിനു വേണ്ടിയുള്ള വിപുലമായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. ഗ്രാമ്യ പോലുള്ള ചാനലുകളുടെ സമ്പൂർണ്ണമായ സഹകരണം സ്കൂളിന് ആവശ്യമാണ്. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ശ്രീജിനി എന്നാണ്. SN ട്രസ്റ്റ് സ്കൂളിലെ വിജയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾ നല്ലവണ്ണം ബുദ്ധിമുട്ടി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇത്ര റിസൾട്ട് നമുക്ക് വാങ്ങാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കുട്ടികളുടെ വിജയത്തോടൊപ്പം തന്നെ ഞാനും ഞങ്ങളുടെ അധ്യാപകരും എല്ലാവരും സന്തോഷിക്കുന്നു. അതോടൊപ്പം കുട്ടികളുടെ ഈ വിജയത്തിനായി അവരുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള രക്ഷിതാക്കളോടുള്ള ആ ഒരു കടപ്പാടും എന്നും ഞങ്ങൾ ഓർക്കുന്നതാണ്. എൻ്റെ പേര് അൻഷിക. എൻ്റെ പേര് ഐഷ നസ്നീൻ. എൻ്റെ പേര് ഐഷ തമന്ന. ഞാൻ ലക്ഷ്മി. എൻ്റെ പേര് നിയ. എൻ്റെ പേര് ദേവനന്ദ. ഈ വിജയത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇത് കിട്ടാനായിട്ട് ഞങ്ങൾ എഫേർട്ടിനോടൊപ്പം തന്നെ ഈ സ്കൂളിലത്തെ എല്ലാ ടീച്ചേഴ്സും ഞങ്ങൾ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളിപ്പോൾ മോർണിംഗ് ക്ലാസ് എടുത്തിട്ടായാലും ഈവനിങ് ക്ലാസ് ഒക്കെ എടുത്തിട്ടായാലും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കാൻ മാത്രമല്ല അതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് കോൺഫിഡൻസിനായിട്ട് കുറേയധികം ടീച്ചർമാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിൽ നിന്ന്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ പുരസ്കാരത്തിന് ഞങ്ങൾ അർഹരായതിൽ വളരെ സന്തോഷം. അശ്വിൻ. അനന്തകൃഷ്ണൻ KP. നിവേദകൃഷ്ണ TS. അമീന ഹുസൈൻ KS. ജഗന്നാഥൻ AB. ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അർഹരായതിന് വളരെയധികം സന്തോഷം. പിന്നെ സ്കൂൾ ടീച്ചർമാരും സ്റ്റുഡൻസൊക്കെ വളരെ എഫേർട്ട് ഇട്ടാണ് ഇങ്ങനത്തെ ഒരു വിജയം തന്നെ കൈവരിക്കാൻ പറ്റിയത്. വെക്കേഷനും പകലില്ലാതെയും ടീച്ചർമാർ ഇവിടെ സ്പെഷ്യൽ ക്ലാസ്സും എല്ലാം സംഘടിപ്പിച്ചിരുന്നു. എല്ലാവർക്കും ഫുൾ A+ കിട്ടിയതിന് വളരെയധികം സന്തോഷം. ഹായ്, എൻ്റെ പേര് ശ്രേയ. ഞാൻ SN ട്രസ്റ്റ് HSS നാട്ടികയിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു. എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഫുൾ മാർക്കൊക്കെ +2 വാങ്ങിക്കാൻ പറ്റി. +1ത്തെ 5 മാർക്ക് മാത്രമാണ് എനിക്ക് നഷ്ടമായത്. അപ്പോൾ ഇത്രയും മാർക്ക് കിട്ടാനായിട്ട് എന്നെ സഹായിച്ചത് ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും പാരൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ട് കാരനാണ്. ടീച്ചേഴ്സാണെങ്കിൽ എപ്പോൾ സംശയം ചോദിച്ചാലും അവർ പറഞ്ഞുതരാൻ അത്രയും തയ്യാറായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പ്രഷറൊന്നും ഇല്ലാണ്ട് തന്നെ സ്മൂത്തായിട്ട് തന്നെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നു. അങ്ങനെയാണ് ഇത്ര മാർക്കിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ ഇത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്.
എൻ്റെ പേര് സുസിനി പ്രദീപ്. ഞാൻ SNRS വിദ്യാർത്ഥിനിയാണ്. ഈ സ്കൂളിൽ നിന്ന് എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലഭിച്ചിട്ടുള്ളത്. എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടീവാണ്. ഞങ്ങൾ പ്രിൻസിപ്പൾ ആയാലും എല്ലാ ടീച്ചേഴ്സും വളരെയധികം സപ്പോർട്ടീവായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഗ്രാമീയ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി. എൻ്റെ പേര് ശ്രീറാം. എൻ്റെ പേര് ദീപക്. എൻ്റെ പേര് ഗൗരേഷ്. എൻ്റെ പേര് ദേവപ്രയാഗ്. എൻ്റെ പേര് ജാസിം. ഞങ്ങളുടെ സ്കൂളിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ പഠിപ്പിനോടൊപ്പം ബാക്കിയെല്ലാ എക്സ്ട്രാ കരിക്കുലേഴ്സ് ആക്ടിവിറ്റീസ് അതുപോലെ സ്പോർട്സ് എല്ലാം യൂത്ത് ഫെസ്റ്റിവലൊക്കെ നന്നായി സപ്പോർട്ടുള്ള സ്കൂളാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ഗ്രാമ്യ TMC 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. നമുക്ക് വിദ്യാലയത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞാൻ ഈ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ഈ വർഷത്തെ റിസൾട്ട് ഞങ്ങൾക്ക് ഏറെ സന്തോഷം തരുന്ന ഒന്നാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റിസൾട്ട് ശതമാനം കൂടിയിട്ടുണ്ട്. ഈ വർഷം നമ്മൾക്ക് 10 ഫുൾ A+ഉം 14 5 A+ഉം ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കഠിനാധ്വാനവും അതുപോലെ തന്നെ അധ്യാപകരുടെയും PTA SMC MPTA പൂർണ്ണ സഹകരണവും നമുക്കുണ്ടായിട്ടുണ്ട്. അതാണ് ഈ റിസൾട്ടിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്. ഈ വർഷം നമുക്ക് അക്കാദമിക ഏതൊരു രംഗത്തും മികച്ച വിജയം പുലർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പങ്കെടുത്ത 5 ഇനങ്ങളിലും A ഗ്രേഡ് കരസ്ഥമാക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഗ്രാമ്യ അവാർഡും ഗ്രാമ്യയുടെ മൊമെന്റവും ക്യാഷ് അവാർഡും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നതിൽ സ്കൂളിന് ഏറെ സന്തോഷമുണ്ട്. എൻ്റെ പേര് സുദർശിനി. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ അധ്യാപികയാണ് ഞാൻ. ഞങ്ങളുടെ വിദ്യാലയത്തിൽ കഴിഞ്ഞ 2025-26 അധ്യയന വർഷത്തിലും നല്ലൊരു വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. തുടർച്ചയായി 100% വിജയം വർഷങ്ങളായിട്ട് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വിദ്യാലയത്തിലുള്ള SPC, NCC, ലിറ്റിൽ കൈറ്റ് അതുപോലുള്ള യൂണിറ്റുകളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ വിദ്യാലയത്തിൽ ഇതിൻ്റെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും സ്കൂളിലെ PTA, SMC, MPTA കമ്മിറ്റികളുടെയൊക്കെ വളരെ നല്ല രീതിയിലുള്ള പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപകര് മികച്ച രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരും ഈ കുട്ടികളുടെ വിജയത്തിന് വളരെയധികം പിന്തുണ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും തീരപ്രദേശത്തുള്ള എല്ലാ സാധാരണക്കാരുടെ കുട്ടികൾക്കും പഠിക്കാൻ ഉതകുന്ന രീതിയിൽ നല്ലൊരു വിദ്യാലയമായി ഞങ്ങളുടെ സ്കൂള് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഹായ്, നമസ്കാരം. ഞാൻ ഷഫീഖ് വലപ്പാട്. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ PTA പ്രസിഡന്റാണ്. ഈ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ റിസൾട്ടുകൾ SSLC നമുക്ക് 100% ഈ തീരദേശ മേഖലയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ തീരദേശ മേഖലയിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ A+ വാങ്ങിയ ഒരു സ്കൂൾ എന്ന ബഹുമതി നമുക്കാണ്. അതിൽ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഹയർ സെക്കൻഡറി വിഭാഗമാണെങ്കിലും മികച്ച വിജയം കൈവരിക്കുകയും അതുപോലെ തന്നെ A+കൾ ഒക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിനായിട്ട് നമ്മുടെ PTA-യും SMC അതുപോലെ നമ്മുടെ അധ്യാപകർ എല്ലാവരും കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ വിജയം ലഭിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷം നിങ്ങളെല്ലാവരുമായി ഈ ഒരു അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പേര് അനാമിക VR. ഞാൻ 2025-26 ബാച്ചിലാണ് ഇവിടെ പഠിച്ചത്. എനിക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഫുൾ A+ കിട്ടിയത്. സിലബസ് ഒക്കെ മാറിയെങ്കിലും ഫുൾ A+ കിട്ടാൻ സഹായിച്ച ടീച്ചർമാർ നല്ല ഗൈഡിങ്ങുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. എൻ്റെ പേര് രാംശങ്കരൻ. ഞാൻ 2025-26 അധ്യയന വർഷത്തിൽ ഫുൾ A+ നേടിയിട്ട്
അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒരുമിച്ചുള്ള സഹകരണത്താലാണ് എനിക്ക് A+ കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. നമ്മളോടൊപ്പം ഈ കഴിഞ്ഞ +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥിനികളാണ് ചേർന്നിട്ടുള്ളത്. നമുക്ക് അവരുടെ പേരൊക്കെ ഒന്ന് ചോദിക്കാം. അവളുടെ പേര്? ശിവകാമി, ആഷ്ന, റിഷാന, അഞ്ജലി. അപ്പോ നാടിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും അല്ലെ വലിയൊരു അഭിമാനം നൽകുന്ന ഒരു വിജയമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു വിജയം ലഭിച്ച ഈ ഒരു അവസരത്തില് എന്താണ് പറയാനുള്ളത്? ടീച്ചർമാരെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരുടെ ഇതില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. എല്ലാവരും സ്കൂളിന്റെ എൻവയോൺമെന്റ് ആയാലും എല്ലാം അടിപൊളിയാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളൊക്കെ ബേസ് ചെയ്തിട്ടാണോ പഠിച്ചിരുന്നത്? ആ വിജയത്തിലേക്ക് എത്താനായിട്ടുള്ള എൻ്റെ ഒരു ചെറിയൊരു ടിപ്സ് ഒക്കെ ഉണ്ടാ? മീൻസ് എല്ലാ ദിവസവും പഠിക്കുക, പിന്നെന്താ എക്സാം ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടി റിവിഷൻ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളോട് ഒപ്പം തന്നെ അധ്യാപകരുടെ ഒപ്പം തന്നെ നമ്മുടെ പേരൻസിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു സപ്പോർട്ടാണല്ലേ. അപ്പൊ അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അത് നമ്മളെല്ലാ വിജയത്തിനും പിന്നിൽ അവരെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ 2 വർഷക്കാലം, അതായത് +1ഉം +2 നല്ല രീതിയിൽ പഠിച്ചാലേ നമുക്ക് എന്തായാലും ഫുൾ A+ എന്ന് പറഞ്ഞ ആ ലെവലിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ 2 വർഷക്കാലത്തെ പ്രയത്നത്തിന് ഒരു വലിയൊരു ഫലം ഉണ്ടായേക്കാണ്. ഇനി എന്താണ്, ഇനി ഏത് മേഖലയ്ക്ക് പോകാനാണ് താല്പര്യം? ഇനി IT മേഖലയ്ക്ക് പോകാനാണ് താല്പര്യം. അപ്പൊ നിങ്ങളെല്ലാവരും ഉഷാറാണ്, അടിപൊളിയാണ് അല്ലേ? അപ്പൊ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഭാവി ജീവിതം വളരെ അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ മിമിക്രി കലാകാരന്മാരുടെ സംഘടനയായ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ തൃശൂർ അന്തരിച്ച സിനിമാ താരം സലീം കുമാറിനെ അനുസ്മരിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 5:30 കേരള സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിലാണ് അനുസ്മരണം. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. മാറ്റ് പ്രസിഡന്റ് കൃഷ്ണകുമാർ KT അധ്യക്ഷനാകും. കയ്പമംഗലത്ത് തനിച്ച് താമസിച്ചിരുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കയ്പമംഗലം 12 സ്വദേശി കളപ്പറമ്പത്ത് വീട്ടിൽ ഷാജിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 65 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 11:30യോടെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ബന്ധുക്കൾ ഫോണിൽ വിളിച്ച് കിട്ടാതായതോടെ ബന്ധുക്കളും അയൽവാസികളും ചേർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കടന്ന് നോക്കിയപ്പോഴാണ് കട്ടിലിൽ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുറ്റിച്ചൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് വീണ് വീട്ടമ്മ മരിച്ചു. ചന്ദ്രപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുവും പശുക്കുട്ടിയും ചത്തു. ക്ഷീരകർഷകൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ദേശീയപാത 66 ചേറ്റുവ കടവിൽ വെള്ളക്കെട്ട് മൂലം ദുരിതം. വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.